നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന +1 മൂന്നാമത്തെ ചാപ്റ്ററായ ഏറ്റവും വലിയ ചാപ്റ്ററായ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റായ യൂണിറ്റായ 3.3 എന്ന എക്സസൈസിലേക്ക് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ് എന്ന ടോപ്പിക്കിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ഫോർമുല ബൈ ഹാർട്ടാക്കി ആ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ. അപ്പോൾ പ്രൂഫാണ്. LHS RHS LHS ചെയ്തത് RHS കൊണ്ടെത്തിക്കുക, അല്ലെങ്കിൽ RHS ചെയ്ത് LHS കൊണ്ടെത്തിക്കുക ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൂഫാണ് ഈ എക്സസൈസിൽ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് സം ആൻഡ് ഡിഫറൻസ് ഫോർമുലകൾ ബൈ ഹാർട്ട് ആക്കേണ്ടതുണ്ട്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ സം ആൻഡ് ഡിഫറൻസ് ഓഫ് സൈൻ, കോസ്, ടാൻ, പിന്നെ കോട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സൈനും കോസും ടാനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ സം ഓഫ് ആംഗിൾസും ഡിഫറൻസ് ഓഫ് ആംഗിൾസും വന്നാൽ എങ്ങനെയാകും അതിൻ്റെ ഫോർമുല എന്ന് നോക്കാം. ഈ ഫോർമുലയുടെ ഡെറിവേഷൻസ് ഒക്കെ ടെസ്റ്റിലുണ്ട്. നമുക്ക് ഡെറിവേഷൻസ് ഒന്നും പരീക്ഷയ്ക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടും പിന്നെ സമയം നമുക്ക് കൂടുതൽ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് നേരിട്ട് ഫോർമുലയിലേക്ക് കിടക്കാം. സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നോക്കിക്കോ. സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നാണ്. അതിനോടൊപ്പം തന്നെ സൈൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ, അതായത് മൈനസ് ആയിരുന്നു അവിടെയെങ്കിൽ, ഡിഫറൻസ് ആയിരുന്നു എങ്കിൽ ഇക്വേഷൻ എങ്ങനെയാവും? സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഈ രണ്ട് ഇക്വേഷൻസും കൂടി നമുക്കൊന്ന് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കാണാതെ പഠിക്കാം. അതോടൊപ്പം അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില ടിപ്സും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻസിൽ എക്സ് പ്ലസ് ആണെങ്കിൽ ഇവിടെ നടുക്കുള്ള ചിഹ്നം പ്ലസ് ആണ്. അതേസമയം സൈൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇടയ്ക്കുള്ള ചിഹ്നം മൈനസ് ആണ്. അതൊരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. രണ്ടാമത്, സൈനിൻ്റെ ഇക്വേഷനിൽ നോക്കിക്കോ, സൈനും കോസും വരുന്നുണ്ട് അല്ലേ? സൈനും കോസും, അതായത് അൺലൈക്കാണ്. സൈൻ ആദ്യം വരുന്നു, എക്സിനാണ് ആദ്യം സൈൻ വന്നിരിക്കുന്നത്, പിന്നെ വൈക്കാണ് കോസ്. രണ്ടാമത് വന്നിരിക്കുന്നത് എക്സിന് കോസും വൈക്ക് സൈനുമാണ്. അതായത് സൈൻ എക്സ് കോസ് വൈ പ്ലസ്, ഇനി ഇത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്, കോസ് എക്സ് സൈൻ വൈ. കണ്ടോ? അതേപോലെ തന്നെയാണ് അടുത്ത ഇക്വേഷനിലും. സൈൻ എക്സ് മൈനസ് വൈ ആണെങ്കിൽ സൈൻ എക്സ് കോസ് വൈ, അതിൽ എക്സും വൈയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതാണ് അടുത്തത്, കോസ് എക്സ് സൈൻ വൈ. ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ പ്ലസ്, ലെഫ്റ്റ് സൈഡ് മൈനസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് മൈനസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അൺലൈക്കായിട്ട് ഫങ്ഷൻസ് വരുന്നുണ്ട്, അതായത് സൈനും കോസും വരുന്നുണ്ട്. അതിൻ്റെ ചിഹ്നങ്ങൾ ലൈക്കുമാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ പ്ലസ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ മൈനസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ മൈനസ് ആയിരിക്കും. അപ്പോൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ കേസിൽ അൺലൈക്ക് നേച്ചറും, സൈനിൻ്റെ കേസിൽ, ചിഹ്നത്തിൻ്റെ കേസിൽ ലൈക്ക് നേച്ചറും ഈ രണ്ട് ഇക്വേഷനും ഉള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സോ അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താണ് അത്? കോസ് ആകുമ്പോൾ, കോസ് എക്സ് പ്ലസ് വൈ നോക്കിക്കേ, കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. കോസ് എക്സ് മൈനസ് വൈ ആണെങ്കിൽ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ചിഹ്നത്തിൽ മാത്രമേ അവിടെയും വ്യത്യാസമുള്ളൂ. എന്താണ് ചിഹ്നത്തിൽ വ്യത്യാസം? ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ മൈനസ് ആണ്. അതേപോലെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് നോക്കിയാൽ ലൈക്ക് നേച്ചറാണ്. നോക്കിയേ, കോസ് എക്സിനോടൊപ്പം കോസ് വൈ ആണ് വന്നിരിക്കുന്നത്, അടുത്തത് രണ്ടും സൈൻ ആയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ലൈക്ക് നേച്ചറും അതിൻ്റെ സൈൻ എന്ന് പറയുന്നത്, ചിഹ്നം എന്ന് പറയുന്നത് അൺലൈക്ക് നേച്ചറും ഉള്ളതാണ്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദ ഹിൻഡ് ഫോർ മെമ്മറി ടു സ്റ്റഡി സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ, കോസ് എക്സ് മൈനസ് വൈ. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ദെൻ വാട്ട് ഈസ് ടാൻ എക്സ് പ്ലസ് വൈ? ടാൻ എക്സ് പ്ലസ് വൈ ഏറെക്കുറെ ആ ബ്രാക്കറ്റ് അങ്ങ് മാറ്റുന്നത് പോലെയാണ് തുടങ്ങുക.
ടാൻ കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെയാണ് തുടങ്ങുക. ഒരിക്കലും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല, എങ്കിലും അതിൻ്റെ തുടക്കം അങ്ങനെയാണ്. ടാൻ കൊണ്ട് അകത്തോട്ട് ഇൻറ്റ് ചെയ്യുമ്പോൾ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ എന്നാണ് വരിക. ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. മുകളിൽ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുകയാണ്. താഴെ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് 1ൽ നിന്നും സബ്ട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ഡിനോമിനേറ്ററിൽ സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ടാൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ, ദറ്റ് ഈസ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അഡിഷൻ ഓഫ് ദീസ് ടു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യപ്പെടും, ദറ്റ് ഈസ് 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് എളുപ്പമാണ്. ചിഹ്നത്തിലുണ്ടാകുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടാൻ എക്സ് പ്ലസ് വൈ മുകളിൽ പ്ലസ് ന്യൂമട്രി പ്ലസും ഡിനോമിനേറ്ററി മൈനസും ആയിരുന്നെങ്കിൽ ടാൻ എക്സ് മൈനസ് വൈയുടെ ഇക്വേഷനിൽ മുകളിൽ മൈനസും താഴെ പ്ലസുമാണ്. അതെ, ഓക്കെ. ദെൻ കോട്ട് എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ കോട്ട് എക്സ് കോട്ട് വൈ മൈനസ് 1 ബൈ കോട്ട് വൈ പ്ലസ് കോട്ട് എക്സ്. കോട്ട് എക്സ് മൈനസ് വൈ ആണെങ്കിൽ മുകളിലത്തെ ചിഹ്നത്തിൻ്റെ വ്യത്യാസം, ചിഹ്നം മാത്രമേ മാറത്തുള്ളൂ. കോട്ട് എക്സ് കോട്ട് വൈ പ്ലസ് 1 ഡിവൈഡ് ബൈ കോട്ട് വൈ മൈനസ് കോട്ട് എക്സ്. അപ്പോൾ അവിടെ ചിഹ്നം മാത്രമേ മാറുന്നുള്ളൂ, അത് പഠിക്കുക. അത്ര കോട്ട് വൈയുടെ ഇക്വേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് വെച്ച് നിങ്ങളുടെ എക്സസൈസിൽ 3.3 എന്നുള്ള എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ 22 കിടപ്പുണ്ട്. 22 മാത്രമേ ഉള്ളൂ അതിലാകെ. അത് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങളുടെ പുസ്തകത്തിൽ ഉള്ളത് ഓക്കുക. അപ്പോൾ ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കിയിട്ടാണ് നമുക്ക് ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കി കാണും. അതാക്കിയതിന് ശേഷം മാത്രം തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോ കാണുക. ഓക്കെ, ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി ആൻഡ് ടാൻ 15 ഡിഗ്രി. രണ്ടും രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സൈൻ 75 ഡിഗ്രി ടാൻ 50 ഡിഗ്രി ഒക്കെയാണ്. നമ്മൾ സാധാരണ നമുക്ക് ആംഗിൾ നമ്മൾ കാണാതെ പഠിക്കുന്നത് 3 ആംഗിളാണ്. അതായത് 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി. ഈ 3 വാല്യൂസ് നമ്മൾ പ്രൈമറി ആംഗിൾസ് എന്നാണ് പറയുക. ഇതിൻ്റെ വാല്യൂസ് നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട്. സൈൻ്റെ വിലയാണെങ്കിൽ 1/2, 1/√2, √3/2. എങ്ങനെയാണ് സൈൻ 30, സൈൻ 45, സൈൻ 60 പോവുക. ഇത് തിരിച്ചെഴുതുന്നതാണ് കോസ്. കോസ് ആണെങ്കിൽ √3/2, 1/√2, 1/2 എന്ന് പോകും, നിങ്ങൾക്കറിയാം. ടാനിൻ്റെ വാല്യൂസ് ആണെങ്കിലോ, ഓർമ്മയുണ്ടോ? ടാനിൻ്റെ വാല്യൂസ് ആണെങ്കിൽ 1/√3, 1√3. ഇത് ഏറെക്കുറെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. മാത്രമല്ല ഇതിന് മുമ്പത്തെ എക്സസൈസിൽ അതിൻ്റെ വാല്യൂസും ആ ടേബിൾസും ഒക്കെ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, സോ ഇതിനെ പ്രൈമറി വാല്യൂസ് എന്നാണ് പറയുന്നത്. ഈ 30, 45, 60 എന്നീ ഡിഗ്രികളെ വിളിക്കുന്ന പേര് പ്രൈമറി ആംഗിൾസാണ്. ഈ പ്രൈമറി ആംഗിൾസിൻ്റെ പ്രത്യേകത, ഇവ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ നമുക്ക് കിട്ടുന്ന ആംഗിളുകളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ആംഗിൾസ്, കേട്ടോ. അപ്പോൾ 30ഉം 45ഉം കൂടെ ആഡ് ചെയ്താൽ വി ഗെറ്റ് 75. അപ്പോൾ 75 ഈസ് എ പ്രൈമറി ആംഗിൾ. അപ്പോൾ സെക്കൻഡറി ആംഗിൾ 75 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആംഗിളിൻ്റെ വില നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ പ്രൈമറി ആംഗിൾസിൻ്റെ വില അറിയാവുന്നത് കൊണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഈ സം ഡിഫറൻസ് ഫോർമുലയും കൂടി നമ്മൾ ബൈ ഹാർട്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, സൈൻ 75. അപ്പോൾ 75 എന്ന് പറയുന്ന ഡിഗ്രിയെ നമ്മൾ ഈ പ്രൈമറി ആംഗിൾസ് ഏതെങ്കിലും രണ്ടെണ്ണം കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ കിട്ടുമോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. 75 എന്ന് പറഞ്ഞാൽ 30 + 45 ആണ്, അല്ലെങ്കിൽ 45 + 30 ആണ്, നോ സംശയം അല്ലേ. അപ്പോൾ 75 എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 45 + 30 എന്ന് മാറ്റി എഴുതാം. ഈവൻ 30 + 45 എന്ന് എഴുതിയാലും ഒരു പ്രശ്നമൊന്നുമില്ല, എല്ലാം ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക. സോ വി റൈറ്റ് സൈൻ 75 വാസ് സൈൻ 45 + 30. അപ്പോൾ ഇത് സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഇക്വേഷൻ പോലെയല്ലേ? വാട്ട് ഇസ് ദ ഇക്വേഷൻ? സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ എന്താ? സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഇക്വേഷൻ ഇതാ ഇവിടെ ഉണ്ട്. സൈൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇവിടെ മനസ്സിലാക്കുക. എന്താണ്? സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ഈ ഇക്വേഷൻ. അപ്പോൾ അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 45ഉം
വൈയുടെ സ്ഥാനത്ത് 30 നമുക്കങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കിട്ടുമോ നോക്കിയേ. സൈൻ 45 കോസ് 30 മൈനസ് കോസ് 45 സൈൻ 30 അല്ലേ. ഇനി നമുക്കതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു സൈനിൻ്റെ വാല്യൂസ് പോകുന്നത് 1/2 1/√2 √3/2 ഇങ്ങനെയാണ് സൈനിൻ്റെ വാല്യൂ പോകുന്നത്. ഞാൻ ഇത് 30, ഇത് 45, ഇത് 60. ഇത് തിരിഞ്ഞു വരുന്നതാണ് കോസിൻ്റെ വാല്യൂ അല്ലേ. അതായത് കോസ് 30 ഇതാണ്, കോസ് 45 ഇതാണ്, കോസ് 60 ഇതാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ സൈൻ 45 എന്താ വരിക 1/√2 ഇതാ കൊടുത്തു. കോസ് 30 എന്താ വരിക √3/2 ഇതാ കൊടുത്തു. കോസ് 45 വീണ്ടും 1/√2. സൈൻ 30യുടെ വില 1/2 ആ വാല്യൂസ് കൊടുത്തു കേട്ടോ. അപ്പോൾ 1/√2 ഇൻറ്റു √3/2. അപ്പോൾ 1 ഇൻറ്റു √3 √3 √2 ഇൻറ്റു 2ന് 2√2 എന്ന് എഴുതാം. വി ഗെറ്റ് √3/2√2 മൈനസ് ഇനി 1/√2 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. വി ഗെറ്റ് 1/√2. ദെൻ വി ഗെറ്റ് √3 മൈനസ് 1/2√2. കാരണം 2√2 ഇവിടുത്തെ കോമൺ LCM ആണ്. ശ്രദ്ധിക്കുക, മനസ്സിലായോ? ഇതേപോലെ തന്നെ ടാൻ 15 നമുക്ക് എങ്ങനെ ചെയ്യാം? ടാൻ 15നെ ടാൻ 45 മൈനസ് 30 എന്ന് മാറ്റി എഴുതാം. കാരണം 45 മൈനസ് 30 ആണ്. അപ്പോൾ സെക്കൻഡറി ആംഗിൾസിലായിട്ട് സെക്കൻഡറി ആംഗിൾസിനെ നമ്മൾ പ്രൈമറി ആംഗിൾസിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതി. എന്നിട്ട് അവിടെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും? ടാൻ എക്സ് മൈനസ് വൈയുടെ ഇക്വേഷൻ ഉണ്ട്. കാരണം ടാൻ 45 മൈനസ് 30 എന്നാണ്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുക. എന്നിട്ടത് വിലകൾ പുട്ട് ചെയ്യുക. LCM എടുത്തിട്ടുണ്ട്. എന്നിട്ട് √3യും ക്യാൻസലായി പോകും, അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ വി ഗെറ്റ് √3 + 1 ഡിവൈഡ് ബൈ √3 - 1. മനസ്സിലായോ? നോക്കിയേ. ഓക്കെ, അത് നോക്കിയല്ലോ. അത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രൂവ് ദാറ്റ് ടാൻ π/4 + x ബൈ ടാൻ π/4 - x ഈസ് ഈക്വൽ ടു 1 + tan x ബൈ 1 - tan x ദ ഹോൾ സ്ക്വയർ. ഒത്തിരി തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ LHS നമുക്കറിയാം. എന്താ LHS? ടാൻ π/4 + x ബൈ ടാൻ π/4 - x. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടാൻ π/4 + x എന്ന് പറയുന്നത് ടാൻ x + y എന്ന മോഡലാണ്. ടാൻ x + yയുടെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടാൻ x + y എന്ന് പറയുന്നത് ടാൻ x + ടാൻ y ബൈ 1 - tan x tan y അല്ലേ. അതേപോലെ ഇവിടെ മൈനസ് ആണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്. ഈ രണ്ട് ഇക്വേഷനും നമ്മളിവിടെ പുട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ടാൻ π/4 + x ആണ്. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് π/4ഉം വൈയുടെ സ്ഥാനത്ത് എക്സുമാണുള്ളത്. താഴെയും അതേപോലെ തന്നെ ഇതാണ് എക്സ്, ഇതാണ് വൈ. അതേപോലെ ഇക്വേഷനിൽ പുട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അത് ശരിയാണോ നോക്കിയേ. ടാൻ ബ്രാക്കറ്റ് കൊണ്ട് അകത്തോട്ട് ടാൻ കൊണ്ട് അകത്തോട്ട് ഗുണിക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ. അപ്പോൾ ടാൻ π/4 + tan x ബൈ അവയുടെ പ്രോഡക്റ്റ് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1 - tan π/4 ഇൻറ്റു tan x. ഡിനോമിനേറ്റർ ആണെങ്കിൽ മുകളിൽ പ്ലസ് ഉള്ളതെല്ലാം മൈനസ് ആക്കി എഴുതണം, മൈനസ് ഉള്ളതെല്ലാം പ്ലസ് ആക്കി എഴുതണം. ഞാൻ വേറെ ഇടത്തില്ല, ഒരു പ്ലസ് മൈനസ് ആവും, ഒരു മൈനസ് പ്ലസ് ആവും. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ടാൻ 45 അല്ലെങ്കിൽ ടാൻ π/4. ടാൻ π/4 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ 1 ആണ്. എന്താണ് ടാൻ π/4ൻ്റെ വാല്യൂ? 1 ആണ്. ടാൻ 45 ഈസ് ഈക്വൽ ടു 1 കേട്ടോ. ഒരിക്കലും മറന്നു പോകരുത്. ടാൻ π/4ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇവിടെ ടാൻ π/4 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ തുടക്കം തന്നെ ഇവിടെ ഒരു ടാൻ π/4 ഉണ്ട്. അത് എത്രയായി മാറും? 1 ആയി മാറും. അപ്പോൾ 1 + tan x ബൈ 1 - 1 ഇൻറ്റു tan x. അത് 1 ഇൻറ്റു tan x tan x തന്നെ. അപ്പോൾ നോക്കിയേ 1 + tan x ബൈ 1 - tan x എന്ന് കിട്ടൂലേ. ദ ഹോൾ ഡിവൈഡ് ബൈ എന്നുള്ള ഈ ബൈയെ ഞാൻ ഡിവിഷൻ്റെ സിമ്പൽ ഉപയോഗിച്ച് ഇങ്ങനെയൊന്ന് എഴുതുകയാണ് കണ്ടോ. എന്നിട്ട് താഴെയും നമുക്ക് ടാൻ π/4 എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കാം. രണ്ട് സ്ഥലങ്ങളിൽ ടാൻ π/4 ഉണ്ട്. അവിടെ 1 കൊടുക്കുമ്പോൾ വി ഗെറ്റ് 1 - tan x ബൈ 1 + 1 ഇൻറ്റു tan x. അത് എത്രയാണ്? tan x ആണ്. അപ്പോൾ 1 + tan x. ഓക്കെ. ഇനി ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ
ഡിവൈഡ് ചെയ്യേണ്ട ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ ഫ്രാക്ഷനായ ഈ 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സിൻ്റെ റെസിപ്രോക്കലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 1 പ്ലസ് ടാൻ എക്സ് ബൈ 1. അപ്പോൾ ഈ ഭാഗം മാറി എന്തായി മാറി, ഇൻറ്റു ആയി മാറി. കണ്ടോ, ഇൻറ്റു എന്നായി. അങ്ങനെ ഇൻറ്റു ചെയ്ത് നോക്കിയേ, 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് 1 പ്ലസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. 1 മൈനസ് ടാൻ എക്സ് ഇൻറ്റു 1 മൈനസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. രണ്ട് സ്ക്വയറിനും കൂടി ചേർത്ത് ഒറ്റ ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ഇടുമ്പോൾ ഉത്തരമായി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം, പ്രത്യേകം പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 4 മൈനസ് വൈ മൈനസ് സൈൻ പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു സൈൻ പൈ ബൈ 4 മൈനസ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്യുക. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. ഇത് വളരെ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ആക്കുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഈ ഇക്വേഷൻ തെളിയിക്കേണ്ടതിൻ്റെ LHS നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുക. ദെൻ വി ഗെറ്റ് ആൻ ഐഡൻറ്റിറ്റി, വി ഗെറ്റ് ആൻ ഇക്വേഷൻ. ഒരു ഫോർമുലയുടെ റൈറ്റ് സൈഡ് പോലെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നോക്കിയേ, ഇവിടെ കോസ്, ഇവിടെ കോസ്, മൈനസ് സൈൻ സൈൻ, കോസ് കോസ് മൈനസ് സൈൻ സൈൻ എന്ന് വരുന്ന ഇക്വേഷൻ ഏതിൻ്റെ ഇക്വേഷനാണ്? ഏത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആകുന്ന എത്രത്തോളം ബൈ ഹാർട്ടാണോ അത്രത്തോളമാണ് നിങ്ങൾക്ക് ഈ ആൻസറുകൾ, ഈ ഫോർമുലകൾ കത്തുക. അതുകൊണ്ട് അത്രത്തോളം അത് ബൈ ഹാർട്ടാക്കണം. അതിൽ മറ്റ് യാതൊരു പോംവഴികളുമില്ല. പിന്നെ ക്ലാസ് ടേബിളിൽ ഈ ഫോർമുലകളൊക്കെ ഉണ്ട്. സംശയം വരികയാണെങ്കിൽ അത് പൊക്കി നോക്കാം. ക്ലാസ് ടേബിൾ നമുക്ക് പരീക്ഷ ഹാളിൽ കൊണ്ട് കയറാൻ പറ്റുന്ന ടെസ്റ്റാണ്, അതിലുണ്ട്. പക്ഷേ എക്സിനും വൈക്കും പകരം തീറ്റ ഫൈ എന്നീ രണ്ട് സിമ്പലാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ ക്ലാസ് ടേബിളിലെ മധ്യഭാഗത്തായിട്ട് മാത്തമെറ്റിക്കൽ ഫോർമുലയിൽ ട്രിഗണോമെട്രിയുടെ ഫോർമുലകൾ പലതും അതിനകത്തുണ്ട്. ഇനി പറഞ്ഞതും പറയാൻ പോകുന്നതുമായ ഫോർമുല ഉണ്ട്. പക്ഷേ നേരത്തെ അതൊന്ന് നോക്കി മറ്റേതോ ഇക്വേഷനായിട്ട് എന്താ വ്യത്യാസം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോയില്ല എങ്കിൽ പരീക്ഷ ഹാളിൽ വെച്ച് ഫസ്റ്റ് നോക്കുമ്പോൾ അത് നിങ്ങൾ വണ്ടർ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ അപ്പോൾ പ്രൂവ് ദാറ്റ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ് ഇൻറ്റു കോസ് പൈ ബൈ 4 മൈനസ് വൈ. ആ ആംഗിൾ നോക്കിയേ, ഇതേ ആംഗിൾ തന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്ന ഇതേ ആംഗിൾ അല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്? അപ്പോൾ ഇതിന് എക്സ് എന്ന് കൊടുത്താൽ ഇതിനെയും എക്സ് എന്ന് എടുക്കാം, ഇതിന് വൈ എന്ന് കൊടുത്താൽ ഇതിനെയും വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പൈ ബൈ 4 മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് ഇട്ടും പൈ ബൈ 4 മൈനസ് വൈയുടെ സ്ഥാനത്ത് വൈ ഇട്ടും ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടില്ല. ഏതാ ഇക്വേഷൻ ഒന്ന് പറഞ്ഞു നോക്കാം? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ അല്ലേ. അപ്പോൾ വി നോ ദാറ്റ് കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് പ്ലസ് വൈ അല്ലേ. അപ്പോൾ ഈ എക്സിനും വൈക്കും പകരം നമുക്ക് ഈ വിലകൾ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാവും? കോസ് എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് വൈ. എക്സിനും വൈക്കും ആ വാല്യൂ പുട്ട് ചെയ്യുന്നു. ഇനി പൈ ബൈ 4ഉം പൈ ബൈ 4ഉം കൂടെ ആഡ് ചെയ്യാം. പൈ ബൈ 4 45 ഡിഗ്രി അല്ലേ. 45 പ്ലസ് 45 90 അഥവാ പൈ ബൈ 8 കിട്ടും. ഇനി മൈനസ് എക്സ് മൈനസ് വൈ രണ്ടിലും കൂടി കോമൺ ആയിട്ട് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇങ്ങ് പുറത്തെടുത്താൽ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ കോസ് പൈ ബൈ 2 മൈനസ് ഓഫ് എക്സ് പ്ലസ് വി നോ ദാറ്റ് കോസ് പൈ ബൈ 2 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. ദാറ്റ് ഈസ് കോംപ്ലിമെൻ്ററി റിലേഷൻ. അപ്പോൾ കോസ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് വൈക്ക് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. മനസ്സിലായോ? ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ n+1 x ഇൻറ്റു n+2 x വരുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ 10ാമത്തെ ചോദ്യമായിട്ട് കിടപ്പുണ്ട്. നിങ്ങളെല്ലാം ഇത് പഠിച്ചതിന് ശേഷം അതും കൂടി ഒന്ന് തനിയെ ചെയ്ത് നോക്കണം. 10ാമത്തെ ക്വസ്റ്റ്യൻ എക്സസൈസ് 3.3 അതായത് പേജ് 73 10ാമത്തെ ചോദ്യം. ഓക്കെ, അടുത്തത് CD ഫോർമുല എന്നറിയപ്പെടുന്ന മറ്റൊരു ഫോർമുലയിലേക്കാണ് പോകുന്നത്. മറ്റൊരു 4 ഫോർമുല. ഇതും ഈ 4 ഫോർമുല പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു പ്രത്യേക മോഡൽ ക്വസ്റ്റ്യനാണ് സാധാരണ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് പഠിച്ചാൽ എളുപ്പമാണ്. ഇക്വേഷൻസ് ഇത്രയും വലുതായിട്ട് കിടക്കുന്നതെങ്കിലും ഇതിനകത്ത് ചില പ്രത്യേകതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് പഠിക്കാം. നോക്കാം, നമുക്ക് ഇക്വേഷൻസ് നോക്കാം. ആ പ്രത്യേകതകൾ എങ്ങനെയാണ് ഓർത്തിരിക്കാനുള്ള ഹിൻ്റ് എന്ന് നമുക്ക് നോക്കാം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആൻഡ് ഇക്വേഷൻ 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 പിന്നെ കോസ് എക്സ് മൈനസ് വൈ ബൈ 2.
കണ്ടോ 2 എന്നൊരു സംഖ്യ കൊണ്ട് ഇൻറ്റു ചെയ്യണം. ആദ്യം സൈൻ എന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, അതിൻ്റെ ആംഗിൾ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്, ഇതാണ് വൈ, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആദ്യത്തെ ആംഗിൾ അല്ലേ. രണ്ടാമത്തത് ഇൻറ്റു ആണ്, ഒന്നുകിട്ട് ഇൻറ്റു ആണ്, കോസ് ആണ്. എക്സ് മൈനസ് വൈ ബൈ 2 ആദ്യത്തെ ആംഗിളിൽ നിന്ന് രണ്ടാമത്തെ ആംഗിൾ കുറയ്ക്കുക, ബൈ 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം. സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഇക്വേഷൻ എന്താ മക്കളെ? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ഇവിടെ എന്താണ്? 2 എന്നൊരു കോൺസ്റ്റൻറ്റ് പുറമേ ഉണ്ട്, സൈൻ എന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആദ്യം, കോസ് രണ്ടാമത്. ഇനി ആദ്യത്തെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതായാലും അതിൻ്റെ ആംഗിൾ എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്, അതായത് സം ഓഫ് ദി ആംഗിൾസ് ബൈ 2. വൈ കോസിൻ്റെ ആംഗിൾ ഇതാണ്, എക്സ് മൈനസ് വൈ ബൈ 2, അതായത് എക്സിൽ നിന്ന് വൈ സബ്ട്രാക്ട് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷൻ ഭംഗിയായിട്ട് അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അതിലെന്ത് വ്യത്യാസം വരുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? സൈൻ എക്സ് മൈനസ് സൈൻ വൈ. സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അപ്പോൾ സൈൻ എക്സ് മൈനസ് സൈൻ വൈയിൽ അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കിയോ? അപ്പോൾ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്? സൈൻ എക്സ് മൈനസ് സൈൻ വൈ, വലത് സൈഡിലെ ചിഹ്നത്തിലൊന്നും അല്ല വ്യത്യാസം. എന്ത് ചെയ്തു? സൈനും കോസും അങ്ങോട്ടും ഇങ്ങോട്ടും ടോഗിൾ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അതായത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ തുടങ്ങുന്നത് സൈനിലും തീരുന്നത് കോസിലും. രണ്ടാമത്തായിരുന്നു കോസെങ്കിൽ മൈനസ് വന്നപ്പോൾ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ വന്നപ്പോൾ ആദ്യം കോസും പിന്നെ സൈനും വന്നു എന്നുള്ളതാണ്. ഓക്കെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. 2 ആദ്യം തന്നെ കിടപ്പുണ്ട്. എക്സ് പ്ലസ് വൈ ബൈ 2 ഫസ്റ്റ് ആംഗിളാണ്, എക്സ് മൈനസ് വൈ ബൈ 2 സെക്കൻഡ് ആംഗിളാണ്. അതിലൊന്നും വ്യത്യാസമില്ല, സൈനും കോസും പരസ്പരം ടോഗിൾ ചെയ്തു എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രം. ദെൻ ഇത് സൈൻ എക്സ് പ്ലസ് സൈൻ വൈയും സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആയിരുന്നു. ഇനി കോസ് എക്സ് പ്ലസ് കോസ് വൈയും കോസ് എക്സ് മൈനസ് കോസ് വൈയും സൈനിൽ നിന്ന് മാറി കോസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം. അടുത്ത രണ്ട് ഇക്വേഷൻസ് നോക്കാം. കോസ് എക്സ് പ്ലസ് കോസ് വൈ, ആ ഇക്വേഷൻ നോക്കുക. ആദ്യം 2 ആണ്, നേരത്തെ പറഞ്ഞതുപോലെ 2 വെളിയിൽ തന്നെ ആദ്യം തന്നെ ഉണ്ട് ഇവിടെയും. ഇനി അടുത്ത ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഏതാണ്? കോസ് ആണ്, അതിൻ്റെ ആംഗിൾ എക്സ് പ്ലസ് വൈ ബൈ 2. അടുത്തതും കോസ് ആണ്, എക്സ് മൈനസ് വൈ ബൈ 2. ചുരുക്കം പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് കോസ് വൈയിലെ രണ്ട് ട്രിഗണോമെട്രിക് ഫംഗ്ഷനും കോസാണ്. കോസ് എക്സ് പ്ലസ് കോസ് വൈയിൽ രണ്ടും കോസ് എന്നാലോചിച്ചാൽ മതി, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് വൈയിലാണെങ്കിലോ രണ്ടും സൈൻ. കണ്ടോ, കോസ് എക്സ് മൈനസ് കോസ് വൈയിൽ രണ്ടും സൈനാണ്. പക്ഷേ ഒരധിക വ്യത്യാസവും കൂടി കോസ് എക്സ് മൈനസ് കോസ് വൈയിലുണ്ട്. ശ്രദ്ധിച്ചു, എന്താ അധിക വ്യത്യാസം? ഇതുവരെ മുകളിലുള്ള ഒരു ഇക്വേഷനിലും വരാത്ത ഒരു അധിക സംഭവം ഈ കോസ് എക്സ് മൈനസ് കോസ് വൈക്ക് മാത്രമുണ്ട്. ഏതാണത്? ഒരു മൈനസ് ഉണ്ട്, -2 എന്നാണ് ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ കോസ് എക്സ് മൈനസ് കോസ് വൈയിൽ മാത്രമേ ഉള്ളൂ ഈ -2, ബാക്കിയുള്ളിടത്തെല്ലാം വെറും 2 ആണ്. ഓക്കെ, പിന്നെ രണ്ടും സൈനാണ്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈയിൽ ടോഗിൾ ചെയ്ത് വരുന്നു. പ്ലസ് ആണെങ്കിൽ ആദ്യം സൈൻ പിന്നെ കോസ്, മൈനസ് ആണെങ്കിൽ ആദ്യം കോസ് പിന്നെ സൈൻ. കോസ് എക്സ് പ്ലസ് കോസ് വൈ ആണെങ്കിൽ രണ്ടും കോസ്, കോസ് എക്സ് മൈനസ് കോസ് വൈ ആണെങ്കിൽ രണ്ടും സൈൻ. പക്ഷേ കോസ് എക്സ് മൈനസ് കോസ് വൈക്ക് ഒരു മൈനസും കൂടി എക്സ്ട്രാ ആയിട്ട് ഉണ്ട്. ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ പഠിക്കാം. കാണാതെ പഠിച്ച് ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇക്വേഷൻ കാണാതെ പഠിച്ചതിന് ശേഷം മാത്രം ശേഷം വരുന്ന വീഡിയോസ് കാണുക. ഓക്കെ, സൈൻ 5x പ്ലസ് സൈൻ 3x എന്താ വരിക? സൈൻ 5x പ്ലസ് സൈൻ 3x എന്താ വരിക? ശ്രദ്ധിക്കുക, സൈൻ 5x പ്ലസ് സൈൻ 3x ഈ ഒന്നാമത്തെ ഇക്വേഷൻ പോലെയാണ്. സൈൻ എക്സ് പ്ലസ് സൈൻ വൈയുടെ ഇക്വേഷൻ എന്താ മക്കളെ വരിക? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഏതാണ്? 5x ആണ്, 3xൻ്റെ സ്ഥാനത്ത് y ആണ്. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കിട്ടും? 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3x ബൈ 2. അടുത്ത കോസ് 5x മൈനസ് 3x ബൈ 2. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ 5x പ്ലസ് 3x 8x അല്ലേ? 8x ബൈ 2 ആപ്പം 4x കോസ്
5x മൈനസ് 3x 2x അല്ലേ, 2x/2 ഈസ് എക്സ്. സോ ആ ഇക്വേഷനായി കേട്ടോ. ഇതേപോലെയാണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ പേജ് 73 16 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങൾ ഈ മുകളിൽ പറഞ്ഞ 4 ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. മിക്കവാറും ഒക്കെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. സോ നമുക്കതിൽ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്കായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് cos 9x മൈനസ് cos 5x ബൈ sin 17x മൈനസ് sin 3x ഈസ് ഈക്വൽ ടു മൈനസ് sin 2x cos 10x. പ്രൂവ് ചെയ്യാൻ തന്നെയാണ്. LHS എടുക്കാം. LHS കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടുത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നിങ്ങൾ ശ്രദ്ധിക്കുക. ന്യൂമറേറ്ററിൽ cos x മൈനസ് cos y എന്ന ഫോർമുല പോലെയാണ്. വാട്ട് ഈസ് cos x മൈനസ് cos y? നമുക്കറിയാം മൈനസ് ആണ് ആദ്യം വരിക, രണ്ടും സൈനാണ്. അപ്പോൾ -2 sin 9x പ്ലസ് 5x/2, വീണ്ടും സൈൻ 9x മൈനസ് 5x/2 എന്ന് എഴുതാം. ഡിനോമിനേറ്റർ നോക്കുമ്പോൾ sin 17x മൈനസ് sin 3x എന്നാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഫോർമാറ്റ് sin x മൈനസ് sin y. sin x മൈനസ് sin yയുടെ ഇക്വേഷനും നിങ്ങൾക്കറിയാം 2, പക്ഷേ മൈനസ് ആയതുകൊണ്ട് ആദ്യം കോസ് ആണ്, പിന്നെയാണ് സൈൻ. സോ വി റൈറ്റ് ഇറ്റ് as 2 cos 17x പ്ലസ് 3x/2 ഇൻറ്റു സൈൻ 17x മൈനസ് 3x/2. നമുക്ക് ആ ക്രിയകൾ ചെയ്യാം. 9x പ്ലസ് 5x/2 ചെയ്ത് അവിടെ എഴുതാം. അപ്പോൾ എങ്ങനെയാവും? 9x പ്ലസ് 5x/2 എന്താ വരിക? ഇത് 14x ആണ്. 14x/2 ആകുമ്പം 7x. ഇവിടെയും ക്രിയ ചെയ്യുക. 9x മൈനസ് 5x ഈസ് 4x, 4x/2 ഈസ് 2x. അതെഴുതി. താഴെയും അതേപോലെ 17ഉം 3ഉം 20, 20/2 10 എഴുതി. ഇവിടെ 17 മൈനസ് 3 14/2 അപ്പോൾ 7 എഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി വേറെതൊക്കെ വെട്ടിക്കളയാം. ഡിനോമിനേറ്ററും 2 ഉണ്ട്, 2ഉം ക്യാൻസലാവും. ഇനി അതൊക്കെ ക്യാൻസലാവും. അതുകൊണ്ട് sin 7xഉം sin 7xഉം കൂടെ ക്യാൻസലാവും. ഇനി എന്തൊക്കെയുണ്ട്? പിന്നെ ഒരു മൈനസ് ദാ ഇവിടെ ഉണ്ട്, ആ മൈനസ് എഴുതി. പിന്നെ sin 2x എഴുതി, താഴെ ഒരു cos 10x എഴുതി. ദിസ് ഈസ് ദ ആൻസർ, ദിസ് ഈസ് ദ പ്രൂഫ്. അങ്ങനെയുണ്ട്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് sin x മൈനസ് sin y ബൈ cos x പ്ലസ് cos y ഈസ് ഈക്വൽ ടു tan x മൈനസ് y/2 എന്ന് പ്രൂവ് ചെയ്യാനാണ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറയും? LHS sin x മൈനസ് sin y, അതിൻ്റെ ഇക്വേഷൻ എന്താ? 2 മൈനസ് ആണ്, അപ്പോൾ ആദ്യം cos x പ്ലസ് y/2, പിന്നെ sin x മൈനസ് y/2, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ cos x പ്ലസ് cos y ആണ്. cos x പ്ലസ് cos y ആകുമ്പോൾ രണ്ടും cos ആണ്. അപ്പോൾ 2 cos x പ്ലസ് y/2, വീണ്ടും cos x മൈനസ് y/2. ഇങ്ങനെയാണ്. ഇനി ഏതൊക്കെ വെട്ടിപ്പോകാമെന്ന് പറയാമോ? 2ഉം ക്യാൻസലാവില്ലേ? 2ഉം ഇനി ഏതൊക്കെ ക്യാൻസലാവും? cos x പ്ലസ് y/2ഉം cos x പ്ലസ് y/2ഉം ക്യാൻസലാവും. പിന്നെ എന്താ കിട്ടുക? sin x മൈനസ് y/2 ബൈ sin x മൈനസ് y/2 ബൈ cos x മൈനസ് y/2. അതെന്താ? രണ്ടും ഒരേ ആംഗിൾ അല്ലേ? അപ്പോൾ sin ബൈ കോസിന് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? sin ബൈ കോസ് ഈസ് tan. അപ്പോൾ ദാറ്റ് ഈസ് tan x മൈനസ് y/2. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അടുത്ത ഒരു പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഒരു ചെറിയ അറേഞ്ച്മെൻറ്റും കൂടി ഇത് ശ്രദ്ധിക്കാറുണ്ട്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പ്രത്യേകം പറഞ്ഞത്. പ്രൂവ് ദാറ്റ് cos 4x പ്ലസ് cos 3x പ്ലസ് cos 2x ബൈ sin 4x പ്ലസ് sin 3x പ്ലസ് sin 2x ഈസ് ഈക്വൽ ടു cot 3x. എൻ്റെ മക്കളെ, കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ് അല്ലേ? കോസ് ബൈ സൈൻ ആണ് കോട്ട്. അപ്പോൾ cot 3x എന്ന് കിട്ടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവിടെ cos 3x ബൈ sin 3x എന്നായിരിക്കും കിട്ടുക. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ cot 3x എഴുതാൻ പറ്റുമെന്ന് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെ ഒരു അറേഞ്ച്മെൻറ്റ് വേണം, ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് വേണം. എന്തിനാണ് അറേഞ്ച്മെൻറ്റ് എന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം cos 4x പ്ലസ് cos 3x പ്ലസ് cos 2x മൂന്നും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാൻ നമുക്ക് നിയമമില്ല. മൂന്നും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യാൻ ഒക്കില്ല. പക്ഷേ cos x പ്ലസ് cos y രണ്ടെണ്ണം ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് രണ്ടെണ്ണം ചേർത്തെടുക്കുക. അപ്പോൾ cos 4x പ്ലസ് cos 3x ചേർത്തെടുക്കാം. പക്ഷേ എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം 4ഉം 3ഉം ആണ്. 4 4 3 7 കൂട്ടുമ്പോൾ 7x/2 അവിടെ ഒരു ഫ്രാക്ഷൻ വരും. 4xൽ നിന്ന് 3x കുറച്ചാൽ അവിടെയും x/2 എന്നൊരു ഫ്രാക്ഷൻ വരും. മാത്രമല്ല നമുക്ക് വലത് സൈഡിൽ വേണ്ടത് 3x ഫ്രാക്ഷണൽ ഫോമിലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് വരുത്തുക. അതായത് cos 4xനോടൊപ്പം cos 2x ചേർത്ത് എഴുതുക. കണ്ടോ? എന്നിട്ട് cos 3x അപ്പുറത്തോട്ട് മാറ്റി എഴുതുക. ഇത് രണ്ടും കൂടെ ചേർത്തെടുക്കുക.
ഡിനോമിനേറ്ററിലും അത് രണ്ടും കൂടെ ചേർത്തെടുക്കുക. ഇത് അങ്ങ് അപ്പുറത്തോട്ട് മാറ്റി എഴുതുക. കണ്ടോ, ഇത് രണ്ടും അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റി എഴുതുക. അപ്പോൾ അങ്ങനെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ആദ്യം ഇതിൽ വരുത്തണം. ഓക്കെ, ആ റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ? ഫ്രാക്ഷൻ വരാതിരിക്കാനും പിന്നെ നമുക്ക് ആൻസർ കിട്ടണം. ഒരു പ്രൂവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ആൻസറിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എന്തിനങ്ങനെ എടുത്തു എന്നല്ല, എങ്ങനെ വേണോ എടുക്കാം, പക്ഷേ ആൻസർ കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിനെ അറേഞ്ച് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ cos 4x + cos 2xന് cos x + cos y ഇക്വേഷൻ കൊടുക്കുന്നു. sin 4x + sin 2xന് sin x + sin y ഇക്വേഷൻ കൊടുക്കുന്നു. ആ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇക്വേഷൻ കൊടുത്തപ്പോൾ ആദ്യത്തെ ഈ ന്യൂമറേറ്ററിൽ രണ്ട് ടേമിലും cos 3x കോമൺ വന്നു, അതിനെ പുറത്തെടുത്തു. രണ്ടാമത്തെ ടേമിൽ sin 3x ഡിനോമിനേറ്ററിൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റും, അതിനെ പുറത്ത് കൊണ്ടുവന്നു. പുറത്ത് കൊണ്ടുവന്നാൽ അകത്ത് വരുന്ന 2 cos s + 1, താഴെയും 2 cos s + 1. അപ്പോൾ അത് ക്യാൻസലായിപ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ cos 3x / sin 3x എന്ന് കിട്ടും. വാട്ട് ഈസ് cos 3x / sin 3x? ഇറ്റ് ഈസ് cot 3x. അപ്പോൾ RHS ആയി. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് പുസ്തകത്തിലെ എക്സാമ്പിളായിട്ട് ചെയ്തിട്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഷോ ദാറ്റ് tan 3x × tan 2x × tan x is equal to tan 3x - tan 2x - tan x. ആ ക്വസ്റ്റ്യന് തന്നെ ഒരു പ്രത്യേക കലയുണ്ട് അല്ലേ? എന്താ അതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഇടത് സൈഡിൽ 3 ആംഗിളാണ്, 3x 2x x, അത് മൂന്നും കൂടി ഇൻറ്റു ചെയ്തിരിക്കുക. വലത് സൈഡിൽ നോക്കിയാണ് 3x - 2x - x, ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തെളിയിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ തുടക്കം വളരെ നിസ്സാരവുമാണ്. എങ്ങനെയെന്നറിയാമോ? ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 3 ആംഗിളാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 ആംഗിളുകൾ? 3x 2x x. അപ്പോൾ വി നോ ദാറ്റ് 3x ഈസ് ഈക്വൽ ടു 2x + x അല്ലേ? 2xും xും കൂടെ കൂട്ടുന്നതാണ് 3x നമുക്കറിയാം. അപ്പോൾ വി നോ ദാറ്റ് 3x ഈസ് ഈക്വൽ ടു 2x + x നമ്മൾ വെറുതെ എഴുതുകയാണ്. എന്നിട്ട് രണ്ട് സൈഡിലും ടാൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ടാൻ അപ്ലൈ ചെയ്യുമ്പോൾ tan 3x എന്നായി, വലത് സൈഡിൽ ടാൻ അപ്ലൈ ചെയ്യുമ്പോൾ tan 2x + x എന്നായി അല്ലേ? tan 2x + xന് tan x + y ഇക്വേഷൻ കൊടുക്കാമല്ലോ. വാട്ട് ഈസ് tan x + y? മുകളിൽ ആഡ് ചെയ്യുന്നു, താഴെ അവയുടെ പ്രോഡക്റ്റ് 1ൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ tan 2x + tan x / 1 - tan x tan 2x tan x എന്നാകും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ tan 3xൻ്റെ അടിയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /1 ആണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമിനെയും ഈ tan 3x കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതിയേക്കുന്നത്. ഇൻറ്റു 1 കൊണ്ട് അതിനെ ഇൻറ്റു ചെയ്യുമ്പോൾ അത് തന്നെ വരത്തുള്ളൂ അല്ലേ? ഇനി tan 3x കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വി ഗെറ്റ് tan 3x - tan 3x × tan 2x × tan x ഈസ് ഈക്വൽ ടു tan 2x + tan x. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലുള്ള ഈ രണ്ട് ടേമുകളെ LHS കൊണ്ടുവരാം. അപ്പോൾ രണ്ടും മൈനസായി മാറും. അതേപോലെ ഇവിടെ മൈനസ് വന്നിരിക്കുന്ന ഈ പ്രോഡക്റ്റ് ഫോമിന് അപ്പുറത്ത് കൊണ്ടുപോകുക, അപ്പോൾ അത് പ്ലസ്സായി മാറും. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ട ആൻസർ കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? ഇത്രയും മനസ്സിലായോ? അടുത്ത മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ഫോർമുല എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്കാണ് അല്ലേ? അവസാന ഘട്ടത്തിലുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ്. ഈ ഇക്വേഷൻസും കൂടി ബൈ ഹാർട്ട് ആക്കുമ്പോൾ അത് വെച്ചുള്ള ക്വസ്റ്റ്യനും കൂടി നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ആ ഏറ്റവും വലിയ എക്സസൈസ് കംപ്ലീറ്റ് ആവുകയാണ്. അത് കുറച്ച് ഇക്വേഷൻസ് ആണ്, നോക്കാം. ഇക്വേഷൻസിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അത് പഠിച്ചു വയ്ക്കാനുള്ള ചില മെമ്മറി ടെക്നിക്സ് നിങ്ങൾക്കത് പഠിക്കുമ്പോൾ തന്നെ കിട്ടും. sin 2xൻ്റെ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് 2 sin x cos x. sin 2xൻ്റെ ഒരു ഇക്വേഷൻ 2 sin x cos x. രണ്ടാമത്തെ ഇക്വേഷൻ ടാനിൽ എഴുതാനുള്ള ഇക്വേഷനാണ്. sin 2x ക്യാൻ ബി റിട്ടൺ ഇൻ tan x ബൈ ദ ഫോർമുല 2 tan x by 1 + tan square x. 2 tan x by 1 + tan square x. ഓക്കെ, ഇത് sin 2xൻ്റെ രണ്ട് ഇക്വേഷനാണ്. sin 2xൻ്റെ രണ്ട് ഇക്വേഷൻ ഏതൊക്കെയാണ്? 2 sin x cos x ഉം 2 tan x by 1 + tan square x. പക്ഷേ cos 2x മോശക്കാരനല്ല. കോസിന് വലിയൊരു പ്രാധാന്യം നമുക്ക് ഈ ട്രിഗണോമെട്രി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പലയിടങ്ങളിലും. അതേപോലെ cos 2xന് ആ പ്രാധാന്യം ഇവിടെയുണ്ട്. cos 2xന് 1 അല്ല 2 അല്ല 4 ഫോർമുലയാണുള്ളത്. cos 2x ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ cos ആൻഡ് sin, only in cos, only in sin,
only in tan. ഇങ്ങനെ 3-4 രീതിയിൽ നമുക്ക് കോസിനെ എക്സ്പ്രസ് ചെയ്യാം. സോ കോസ് 2x ഇക്വേഷൻ നോക്കുക. കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഇടയ്ക്ക് പ്ലസ് അല്ല, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അത് ഐഡൻറ്റിറ്റിയിൽ പഠിക്കുന്നുണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടെ മൈനസ് ആണ്. ഏത് മൈനസ് ചെയ്യണം? കോസ് സ്ക്വയർ എക്സിൽ നിന്ന് തന്നെ സൈൻ സ്ക്വയർ എക്സ് മൈനസ് ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 ആണ്. വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് കൊടുക്കുമ്പോൾ ഇക്വേഷൻ കിട്ടും. കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ഥാനത്ത് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് കൊടുക്കുമ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടും. അതിൻ്റെ ഡെറിവേഷൻ പുസ്തകത്തിലുണ്ട്. സമയമുള്ളപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം, വെരിഫൈ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഈ ഡെറിവേഷൻസ് ഒന്നും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട, എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ട. വേറെ അറിവായിട്ട് അറിഞ്ഞിരിക്കണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോസ് 2x രണ്ടാമത്തെ ഇക്വേഷൻ ഇതാണ് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. മൂന്നാമത്തെ ഇക്വേഷനോ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഇനി നാലാമത്തെ ഇക്വേഷൻ ടാനിലുള്ളതാണ്. അത് കുറച്ച് വലിയ ഒരു ടേമായിട്ട് കിടക്കുകയാണ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് മുകളിൽ, താഴെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അല്ലേ, മുകളിലും താഴെയുള്ള ടേമുകൾ ഒന്ന് തന്നെയാണ്, പക്ഷേ ചിഹ്നത്തിലുള്ള വ്യത്യാസമാണ്. മുകളിൽ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ താഴെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ് കേട്ടോ. അപ്പോൾ സൈൻ 2x 2 ഇക്വേഷനേ ഉള്ളൂ, കോസ് 2x 4 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ടാൻ 2x അതിന് ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അത് ഏത് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണല്ലോ. അപ്പോൾ ടാൻ 2x എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൈൻ 2x ബൈ കോസ് 2x എന്നല്ലേ അർത്ഥം. അപ്പോൾ ദാണ്ട് ഈ ടാൻ 2x ദാണ്ട് ഈ ഇക്വേഷൻ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ഇതേ ബൈ ഇതാകുമ്പോൾ നോക്കി 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സിലേ കിട്ടൂ. അതാണ് അതിൻ്റെ ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഇതാണ് ടാൻ 2x ഇക്വേഷൻ. ടാൻ 2x ഇക്വേഷൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരു 3 ഇക്വേഷനും കൂടി. ആ 3 ഇക്വേഷൻ 3x ആണ്. സൈൻ 3x ഇക്വേഷൻ 3 സൈൻ 4x മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. തെറ്റിപ്പോയി, 4x ഇല്ല, സോറി കേട്ടോ, ചെറിയ മിസ്റ്റേക്ക്, കറക്റ്റാക്കി എഴുതാം. 3 സൈൻ എക്സ് എന്നേ ഉള്ളൂ. 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്. അതേപോലെ കോസ് 3x ഇക്വേഷൻ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ടാൻ 3x ഇക്വേഷൻ 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ സൈൻ 3x ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊക്കെ ഇത് നോക്കിക്കുക. ഇതിലൊരു പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സൈൻ 3x ഇക്വേഷനിൽ സൈൻ എക്സ് മാത്രമേ ഉള്ളൂ. കോസ് 3x ഇക്വേഷനിൽ കോസ് എക്സ് മാത്രമേ ഉള്ളൂ. ടാൻ 3x ഇക്വേഷനിൽ ടാൻ എക്സ് മാത്രമേ ഉള്ളൂ. കണ്ടോ? അപ്പോൾ സൈൻ 3x ഇക്വേഷനിൽ കോസ് കയറി പറയേണ്ട കാര്യമില്ല, സൈൻ മാത്രം പറഞ്ഞാൽ മതി. ഇനി ഏതാണ് അല്ലേ, നമുക്ക് ഇതിൽ 2 കോഷ്യൻ്റ് ഉണ്ട്. സൈനും കോസും മാത്രം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 കോൺസ്റ്റൻറ്റുകൾ അവിടെയുണ്ട്. ഒന്നൊരു 3ഉം പിന്നെ ഒരു 4ഉം. സൈൻ 3x ആദ്യം 3 ആണ്, പിന്നെ 4 ആണ്. കോസ് 3x ആദ്യം 4 ആണ്, പിന്നെ 3 ആണ്. പിന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എങ്ങനെയൊക്കെ വന്ന് നോക്കിയാൽ ഒന്ന് സൈൻ എക്സും സൈൻ ക്യൂബും ആണ്. രണ്ടാമതിൽ കോസ് ക്യൂബ് ആണ് ആദ്യം, പിന്നെ കോസ് എക്സ് ആണ്. നമുക്കറിയാം സൈൻ എക്സ് ആണോ സൈൻ ക്യൂബ് 3 ആണോ 4 ആണോ വലുത്? 4 അല്ലേ, 3 ചെറുതല്ലേ? ആണ്. അതല്ലേ സൈൻ എക്സ് ആണോ സൈൻ ക്യൂബ് എക്സ് ആണോ വലുത്? നമുക്ക് നോക്കുമ്പോൾ ആക്ച്വലി എന്താണെങ്കിലും ശരി, നമുക്കറിയാം ഒരു സംഖ്യയെ 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ സൈൻ എക്സിനേക്കാൾ വലുതാണെന്ന് വിചാരിക്കുക സൈൻ ക്യൂബ് എക്സ്. കാരണം സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നല്ലേ. പക്ഷേ മാത്തമെറ്റിക്കലി അങ്ങനെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ സാധാരണഗതി നമുക്ക് 2, 3, 5 അങ്ങനത്തെ സംഖ്യകൾ എടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ശരിയായിട്ട് വരും. എല്ലാ സംഖ്യകൾക്കും ഡെസിമൽ വരുമ്പോൾ അത് ശരിയല്ല എന്നുള്ളത് വേറെ വാസ്തവം. എങ്കിലും അത് പോട്ടെ, നമുക്ക് പഠിക്കാൻ വേണ്ടി ക്ലൂ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ ഐഡിയ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. സൈൻ 3x എന്ന് പറയുമ്പോൾ സൈൻ എക്സ് മാത്രം,
അതോടൊപ്പം ചെറുതുകളിൽ നിന്ന് വലുതുകൾ കുറയ്ക്കുക. സബ്ട്രാക്റ്റിംഗ് ലാർജർ ഫ്രം സ്മാൾ. ചെറുതുകളാണ് 3, 4, അതിൽ ചെറുത് 3 ആണ്. സൈൻ എക്സ് സൈൻ ക്യൂബ്, അതിലും ചെറുത് സൈൻ എക്സ് ആണ്. അപ്പോൾ ചെറുതുകളാണ് 3 സൈൻ എക്സ് 3 സൈൻ എക്സ്. അതിൽ നിന്ന് എന്താ കുറയ്ക്കുന്നത്? വലുതുകളാണ് കുറയ്ക്കുന്നത്. 4 സൈൻ ക്യൂബ് എക്സാണ് കുറയ്ക്കുന്നത്. കണ്ടോ? അപ്പോൾ സൈൻ ആകുമ്പോൾ ചെറുതുകളിൽ നിന്ന് തന്നെയാണ് വലുതുകൾ കുറയ്ക്കുന്നത്. പക്ഷേ കോസ് ആകുമ്പോൾ കോസിന് അധികമായ പ്രാധാന്യമുണ്ടെന്നറിയാം നിങ്ങൾക്ക്. കോസ് ആകുമ്പോൾ കോസ് 3x ആകുമ്പോൾ വലുതുകളിൽ നിന്ന് ചെറുതുകൾ കുറയ്ക്കുക. റെഡ്യൂസിങ് സ്മോളർ വാല്യൂസ് ഫ്രം ലാർജർ വാല്യൂസ്. അതുകൊണ്ടാണ് 4 ആദ്യം വന്നത്. കണ്ടോ? കോസ് ക്യൂബ് എക്സ് ആദ്യം വന്നത്. കണ്ടോ? അപ്പോൾ 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് ആണ്. അതേപോലെ അടുത്തത് ടാൻ 3x ആണ്. ടാൻ 3xന് ഇതുപോലെയല്ല. ടാൻ 3xൽ ഒരു 3ൻ്റെ അതിപ്രസരം എവിടെയും കാണാം. നോക്കിയേ, ആദ്യം 3 ടാൻ എക്സ് ആണ്, മൈനസ് ടാൻ ക്യൂബ് എക്സ് ആണ്, ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഒരു 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. ഇവിടെ ടാൻ എക്സ് ഉണ്ട്, ടാൻ സ്ക്വയർ എക്സ് ഉണ്ട്, ടാൻ ക്യൂബ് എക്സ് ഉണ്ട്, അതേപോലെ 3 ഉണ്ട് അല്ലേ. ആദ്യം 3 ടാൻ എക്സ് എന്നാണ്, അടുത്തത് ടാൻ ക്യൂബ് എക്സ് എന്നാണ്, ഡിവൈഡ് ബൈ താഴെ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ എല്ലാ ടേമുകളിലും ഒരു 1 ഒഴികെ ബാക്കിയുള്ള ടേമുകളിലെല്ലാം ഒരു 3 ഉണ്ട്. ടാൻ ക്യൂബ് എക്സിൽ മുകളിലൊരു 3 ഉള്ളതുകൊണ്ട് മാത്രം അവിടെ ലെഫ്റ്റ് സൈഡിൽ 3 വന്നില്ലെന്നേ ഉള്ളൂ. ടാൻ എക്സിനും ടാൻ സ്ക്വയർ എക്സിനും 3 ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 3 ഉണ്ട്. കണ്ടോ? ആ 3 ടേമുകളിലും ഒരു 3 ഉണ്ടെന്നുള്ളൊരു പ്രത്യേകത അവിടെ ആലോചിച്ച് വയ്ക്കാം. സോ വി ഹാവ് ടു ഗോ ടു എ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos 4x is equal to 1 minus 8 sin square x cos square x. Prove that cos 4x is equal to 1 minus 8 sin square x cos square x. അല്ലേ? നമുക്ക് cos 4xൻ്റെ ഇക്വേഷനായിട്ട് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് cos 2xും cos 3xും അറിയാം. cos 2xൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ 4x. എന്താ cos 2xൻ്റെ ഇക്വേഷൻ? 4 ഇക്വേഷൻ ഉണ്ട്. അതൊരു ഇക്വേഷൻ ആണല്ലോ cos 2x equal to 1 minus 2 sin square x അല്ലേ? അപ്പോൾ കോസ് 2x വന്നപ്പോൾ എങ്ങനെ വന്നു? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് വന്നു. ആംഗിളിൽ മാത്രമാണ് മക്കളെ വ്യത്യാസം. ഈ 2xൻ്റെ സ്ഥാനത്ത് 4x ആണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ എക്സിൻ്റെ സ്ഥാനത്ത് മാത്രം 2x ആകും. വേറെ ഒരിടത്തും വ്യത്യാസമില്ല. ഇവിടെ 6x ആണെങ്കിലോ ഈ എക്സിൻ്റെ സ്ഥാനത്ത് 3x ആവും. ആംഗിൾ പകുതിയാവും. ദാറ്റ് ഈസ് കാൾഡ് മൾട്ടിപ്പിൾ ആൻഡ് സബ് മൾട്ടിപ്പിൾ ഫോർമുല എന്ന് പറയുക. വേറെ കോൺസ്റ്റൻറ്റിനോ കോയിഫിഷ്യൻറ്റിനോ സൈനിനോ ഒന്നും ഒരു വ്യത്യാസവുമില്ല. ഓൺലി ദ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദറ്റ് പാർട്ട് ഓഫ് ആംഗിൾസ്. അപ്പോൾ കോസ് 2xന് നമുക്ക് 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയാം. അപ്പോൾ കോസ് 4xനെയോ 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2x എന്ന് എഴുതാം അല്ലേ? ഈ 4 ഇക്വേഷനിൽ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ ഇക്വേഷൻ എടുത്തു, ഇവിടെ മറ്റു ഇക്വേഷൻ എടുത്തില്ല. അത് നമ്മൾ ആൻസറിൽ നമുക്ക് എന്താണോ തെളിയിക്കേണ്ടതെന്ന് നോക്കിയിട്ടാണ്. ഇവിടെ ആൻസറിൽ തെളിയിക്കേണ്ടത് 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ആ ആൻസർ തെളിയിക്കേണ്ടതിൽ ഏതാ ഇക്വേഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ ഉണ്ട്, ഒരു ഹിൻ്റ് ഉണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുള്ളതാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇത് 1 മൈനസ് എന്നാണ് ആരംഭിക്കുന്നത്. 1 മൈനസ് എന്ന രീതിയിൽ ആരംഭിക്കുന്ന കോസ് 2xൻ്റെ ഇക്വേഷൻ ഏതാണ് മക്കളെ? താണ്ടി ഇത് മാത്രമാണ്. ശരിയല്ലേ? അതുകൊണ്ടാണ് കോസ് 4xന് 1 മൈനസ് 2 സൈൻ സ്ക്വയർ 2x എന്നുള്ള ഇക്വേഷൻ കൊടുത്തത്. ഇനി സൈൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൈൻ 2x ദ ഹോൾ സ്ക്വയർ ആണ്. സൈൻ 2xന് വേറെ ഫോർമുലയുണ്ട്. അതിലേത് ഫോർമുല കൊടുക്കണം? ടാനിൻ്റെ ഫോർമുല കൊടുക്കണോ? സൈൻ 2 സൈൻ എക്സ് കോസ് എക്സ് കൊടുക്കണോ? ഉറപ്പായിട്ടും 2 സൈൻ എക്സ് കോസ് എക്സ് കൊടുത്താൽ മതി. അതും ആൻസറാണ്. ക്ലൂ തെളിയിക്കേണ്ടതിൽ സൈനും കോസും ഉണ്ട്, ടാൻ ഇല്ല. അപ്പോൾ പിന്നെ ടാൻ്റെ ഇക്വേഷൻ കൊടുത്തുകൊണ്ടോ എങ്ങും എത്താൻ പോണില്ല. നമുക്ക് ആൻസറിൽ എത്തിക്കുകയാണ് വേണ്ടത്. പ്രൂവ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ വരുമ്പോൾ ആൻസറിൽ എന്താണോ എത്തിക്കേണ്ടത് അതിനനുസരിച്ച് വേണം നമ്മൾ മാറ്റാൻ. അതുകൊണ്ട് സൈൻ 2xനെ 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കൊടുത്തു. 2 സൈൻ എക്സ് കോസിൻ്റെ സ്ക്വയർ എന്താ? എല്ലാത്തിൻ്റെയും സ്ക്വയർ കൊടുക്കുക. 2ൻ്റെ സ്ക്വയർ 4, സൈൻ എക്സിൻ്റെ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ്, കോസ് എക്സിൻ്റെ സ്ക്വയർ കോസ് സ്ക്വയർ എക്സ്. പിന്നെ 2 കൊണ്ട് അകത്തോട്ട് ഇൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 1 മൈനസ് 8 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇറ്റ് ഈസ് RHS. അതാണ് തെളിയിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് അത് തെളിയിച്ചിരിക്കുന്നത്.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഒന്നും കൂടി ആവർത്തിച്ച് ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇതിന് മുകളിൽ ഒരു പാർട്ടും കൂടെ ഉണ്ട്, അതും ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതും വാച്ച് ചെയ്യുക. ഇത് കാണുന്നതിന് മുമ്പ് അത് വാച്ച് ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയുന്നതും നല്ലതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.